മാനസിക നില തെറ്റിയ അവസ്ഥയിൽ കണ്ടെത്തിയ മലയാളി യുവാവ് 4 മാസങ്ങൾക്ക് ശേഷം നാട്ടിലെ കുടുംബത്തിനൊപ്പം. സാമൂഹ്യ പ്രവർത്തകരുടെയും ഒരു അനാഥാലയത്തിന്റെയും ഇടപെടലാണ് യുവാവിനെ സുരക്ഷിതമായി വീട്ടിലെത്തിച്ചത്. കഴിഞ്ഞ വർഷം നവംബറിലാണ് കോഴിക്കോട് സ്വദേശിയായ വിനീത് ബെലാപ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ അർദ്ധനഗ്നനും അവശനുമായ അവസ്ഥയിൽ കണ്ടെത്തിയത്. സംഭവം ശ്രദ്ധയിൽപ്പെട്ട ഒരു മലയാളി സ്ത്രീ വിവരം ബദലാപ്പൂർ മലയാളി സമാജം പ്രവർത്തകരെ അറിയിച്ചതോടെയാണ് രക്ഷാപ്രവർത്തനം ആരംഭിച്ചത്. സമാജം പ്രസിഡന്റ് ജിനീഷിന്റെയും പ്രവർത്തകരുടെയും നേതൃത്വത്തിൽ വിനീതിന് ഭക്ഷണവും വസ്ത്രവും നൽകിയ ശേഷം ബദലാപ്പൂരിലെ സെന്റ് ക്ലാരറ്റ് അനാഥാലയത്തിൽ താമസിപ്പിക്കുകയായിരുന്നു. ഫാദർ റോബിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ 4 മാസമായി വിനീതിന് ചികിത്സയും പരിചരണവും നൽകി. തന്റെ സ്വദേശം കോഴിക്കോട് ജില്ലയിലെ എടച്ചേരിയാണെന്ന് പിന്നീട് വിനീത് അറിയിച്ചതിനെ തുടർന്ന് എടച്ചേരി പോലീസുമായി ബന്ധപ്പെട്ടു. SI ഷാജുവിന്റെ സഹായത്തോടെ ബന്ധുക്കളെ കണ്ടെത്തിയെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മൂലം അവർക്ക് മുംബൈയിലെത്താൻ കഴിഞ്ഞില്ല. തുടർന്ന് ഫാദർ റോബിൻ തന്നെ വിനീതിനെയും കൂട്ടി ട്രെയിനിൽ നാട്ടിലെത്തി പോലീസിന്റെ സഹായത്തോടെ ബന്ധുക്കൾക്ക് കൈമാറുകയായിരുന്നു. സാമൂഹ്യ പ്രവർത്തകരുടെയും അനാഥാലയത്തിലെ കരുതലിന്റെയും ഫലമായി 4 മാസങ്ങൾക്ക് ശേഷം ഒരു മലയാളി യുവാവ് സ്വന്തം വീട്ടിലെത്തി. ഒരു മനുഷ്യസ്നേഹത്തിന്റെ കഥയായി ഈ സംഭവം മാറുകയാണ്. ഇനിയൊരു ഇടവേളയ്ക്ക് ശേഷം കാണാം മഹാരാഷ്ട്രയിലെ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും.